ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിതാ എൻ്റെ ഭാവം നോക്കി ഞാനൊന്ന് സർപ്രൈസ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ഞെട്ടിയിട്ടില്ലേ. അപ്പോൾ അതാ ഈ കോലത്തിൽ ഞാൻ എന്തായാലും ഇങ്ങനെയൊരു എന്താ പറയുക പ്ലാൻ ചെയ്ത സർപ്രൈസിന് എന്തായാലും നിൽക്കത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഞാൻ മഴ നനഞ്ഞ് തലയൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞാൽ രഞ്ഷറിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു കേക്ക് ഞാൻ അറിയാതെ കൊടുത്തിട്ടിരിക്കുകയാണ്. സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. ഇങ്ങനെയൊരു സർപ്രൈസിനെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനും പിള്ളേരും കൂടെ കേക്ക് മുറിക്കുകയാണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ രാവിലെ വിഷ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഈ ഒരു സർപ്രൈസിനെ പറ്റി അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീടും ഫോൺ വിളിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾ തിരക്കായി പോയി, എല്ലാം മറന്നു പോയിട്ടുണ്ടാവും, കുഴപ്പമില്ല. പിന്നെ നമ്മളും ഈ ഇടയായിട്ട് മധുരം കുറച്ച് കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് കേക്ക് കട്ടിങ്ങിനെ പറ്റിയൊക്കെ അതായിരിക്കും ഒഴിവാക്കിയത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മതി, ഓക്കെ, കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെ ജാനി രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് കഴിഞ്ഞിട്ടാണേ കേക്കൊക്കെ കട്ട് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റിൻഷേട്ടൻ എൻ്റെ അടുത്ത് ഒന്നും പറയാത്തതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി.